നമസ്കാരം. നിങ്ങൾ കണ്ട ഫോട്ടോ 25 ജൂലൈയിലെയാണ്. ഈ ലാത്തി ചാർജ് 3 ആഴ്ചകൾക്ക് മുമ്പ് നടന്നതാണ്. വർക്കേഴ്സിന്റെ രക്തം ചിന്തി കുറെ നാളുകളായി. പക്ഷേ ഈ പടങ്ങളുടെ അടയാളം ഇന്നും നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിൽ നശിക്കാതെ നിൽക്കുന്നു. ഇത് എങ്ങനെയുള്ള അടയാളമാണെന്ന് വെച്ചാൽ ലോകം മുഴുവനും നമ്മുടെ രാജ്യത്തെ അപമാനപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സംഭവം നടന്ന ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് SMS അയച്ചു, ഇമെയിൽ അയച്ചു, അതുപോലെ തന്നെ നിങ്ങൾ ലെറ്ററും അയച്ചു. അതായത് ഹരിയാന മുഖ്യമന്ത്രിയെ ആപ്കി അദാലത്തിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനും പറഞ്ഞു. ഇന്നത്തെ വിചാരണ ഹരിയാന സ്റ്റേറ്റിലുള്ള ഗുഡ്ഗാവ് സംബന്ധപ്പെട്ട കാര്യമാണ്. ഹരിയാന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ആപ്കി അദാലത്തിലേക്ക് ഹാജരാകുവാനായി ക്ഷണിക്കുന്നു. ആപ്കി അദാലത്തിൽ ജനങ്ങളുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ചോദ്യങ്ങളും കുറ്റങ്ങളും ആരോപിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ അനുപം ഗോസ്വാമിയുടെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിലെ വിചാരണ ആരംഭിക്കുകയാണ്. ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മേലുള്ള കുറ്റാരോപണം. തൊഴിലാളികൾ രക്തം ചിന്തിയതിന് ഇദ്ദേഹമാണ് ഉത്തരവാദി. ഹൂഡ സർ, ഒരു ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, റോം കത്തുന്ന സമയത്ത് ന്യൂറോ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്താണ് അറിഞ്ഞതെന്ന് വെച്ചാൽ ഹരിയാന പോലീസ് ജനങ്ങളെ അടിക്കുന്ന സമയത്ത് താങ്കൾ എവിടെയോ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് ആദ്യത്തെ മുഖ്യമന്ത്രി. ആ സമയത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഞാനാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവിടെ ആർക്കൊക്കെ സാരമായ പരിക്കുകളുണ്ടായിരുന്നു, ആർക്കൊക്കെ ചെറിയ പരിക്കുകളുണ്ടായിരുന്നു, അവരുടെയൊക്കെ അടുത്ത് ആദ്യം എത്തിയത് ഞാനാണ്. വിവരം സത്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ താങ്കളും പോയിരിക്കുകയാണ്. അല്ലല്ല, കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. പിന്നെ താങ്കൾ അത് മനസ്സിലാക്കാനും കുറെ സമയമെടുത്തു. അതല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ലല്ലോ. എത്ര വേഗം പറ്റുമോ അത്രയും വേഗം പോയി. താങ്കളുടെ അടുത്തേക്ക് ഇന്റലിജൻസോ അല്ലെങ്കിൽ പോലീസിന്റെ ഇൻഫർമേഷനോ ഒന്നും തന്നെ വന്നില്ലേ? ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് നടന്നതെന്ന് ഇരു വിഭാഗക്കാരോടും ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഒരു ഭാഗത്ത് പോലീസിനും നല്ല പരിക്കുണ്ടായിരുന്നു, ജനങ്ങൾക്കും പരിക്കു പറ്റിയിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു. ഞാൻ അറിഞ്ഞിടത്തോളം ആ സംഭവം നടന്ന സ്ഥലത്ത് വർക്കേഴ്സ് മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഈ കലാപത്തിനുള്ള കാരണം അവരാണ്. ഞാൻ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ മറുപടി മുഴുവനായി പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പോഴേക്കും അടുത്ത ചോദ്യം. ആദ്യം ഞാൻ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയട്ടെ. ഞങ്ങളുടെ പക്കൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു, വർക്കേഴ്സിന്റെ പ്രൊസഷൻ ഉണ്ടാവുമെന്ന്. അത് മുമ്പേ ഞങ്ങൾക്ക് കിട്ടി. അതിനു മുമ്പ് പീസ്ഫുൾ ആയിരുന്നു. പിന്നെ ഹോണ്ട വർക്കേഴ്സിന്റെ നെഗോഷിയേഷൻ 6 ടൈം മുമ്പേ തന്നെ തീർന്നു. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഓം പ്രകാശ് ചൌട്ടാലയായിരുന്നു മുഖ്യമന്ത്രി. 6 തവണ നെഗോഷിയേഷൻ നടന്ന് ശരിയായൊരു തീരുമാനവും എടുത്തിരുന്നു. അന്നെടുത്ത തീരുമാനം എന്തായിരുന്നു വെച്ചാൽ ഒരു 100 വർക്കേഴ്സിനെ കൂടി കമ്പനിയിലേക്ക് ജോലിക്ക് എടുക്കുന്നു എന്ന്. പിന്നെ പുറത്തു പോകേണ്ടിയിരുന്ന പഴയ 100 വർക്കേഴ്സിനെ ചിലർ അകത്ത് കടത്തിവിടാതെ തടഞ്ഞു. അതിനുശേഷം പ്രൊസിഷൻ ഉണ്ടായപ്പോൾ, അതിനു മുമ്പ് പ്രൊസിഷൻ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, വർക്കേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതായത് മറ്റാരോ ആണ്. ആ സമയത്ത് 5 മാസത്തേക്ക് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. പിന്നീട് ഹരിയാന എങ്ങനെ വളർന്നോ ആ വളർച്ച അവർക്ക് ഒരിക്കലും സഹിക്കാനാവുമായിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ കാര്യം പറയുക, ഇതുപോലൊരു കാര്യം പോലീസിനെ കൊണ്ട് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും? പോലീസ് ലാത്തി ഉപയോഗിച്ച് ജനങ്ങളെ ശരിക്കും അടിച്ചിരിക്കുകയാണ്. ഞാൻ ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവില്ലായിരുന്നല്ലോ. ഞാൻ സംഭവ സ്ഥലത്തേക്ക് ചെന്നു. പിന്നെ മജിസ്ട്രേറ്റിൽ എൻക്വയറി നടത്തി. പരിക്ക് പറ്റിയവർക്ക് ചികിത്സ കൊടുത്തു. ഇപ്പോഴും ജുഡീഷ്യൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കുറ്റവാളി ആരാണെങ്കിലും അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്നാണ്. ഞാൻ ഇത് മാത്രമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങൾ എന്താണോ കണ്ടത് അത് ലോകം മൊത്തം കണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണോ ഹരിയാനയ്ക്ക് ഇത്രയും നാണക്കേടുണ്ടായത്, അതിൽ ഇക്കാര്യം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതായത് പോലീസ് ജനങ്ങളെ പിന്തുടർന്ന് അവരെ അടിച്ചടിച്ച് ലാത്തി ഉപയോഗിച്ച് അവരുടെ തലയിൽ അടിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം നടത്തിയത്. പിന്നെ അവിടുത്തെ ജനങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ലാത്തി ചാർജ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, തോളിന് താഴെ അവരെ അടിക്കാൻ പാടുള്ളൂ എന്ന്. പിന്നെ അവിടുത്തെ അന്നത്തെ ഫുട്ടേജ് ഞാൻ നോക്കിയപ്പോൾ ഉടനെ അന്വേഷണം ആരംഭിക്കാൻ പറഞ്ഞു. കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിൽ ചിലരൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നപ്പോൾ, അതായത് ദുഃഖകരമായ ഒരു സംഭവം അന്നവിടെ ഉണ്ടായി, അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് ആ ജുഡീഷ്യൽ എൻക്വയറി തന്നെ. അത് വേഗം തന്നെ തീർക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട്. പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് താങ്കൾക്ക് നേരത്തെ തന്നെ ഇൻഫർമേഷൻ ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പ്രൊസഷൻ കിട്ടിയിരുന്നു.
പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. ബാക്കിയൊക്കെ എൻക്വയറിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ജുഡീഷ്യൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നടന്നത് വർക്കേഴ്സിന്റെ പ്രശ്നം മാത്രമായിരുന്നില്ല. വർക്കേഴ്സിനും മാനേജ്മെന്റിനുമാണ് വഴക്കെങ്കിൽ അത് ഹോണ്ട ഫാക്ടറിയുടെ മുന്നിലല്ലേ നടക്കേണ്ടത്. ഗുഡ്ഗാവിൽ നടന്നു, പിന്നെ പുറത്തു നടന്നു. അവർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള മോട്ടീവ് ഉണ്ടായിരുന്നിരിക്കാം. തീർച്ചയായും ഉണ്ടായിരിക്കും, കാരണം അതുകൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. പിന്നെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. ആർക്കെങ്കിലും പൊളിറ്റിക്കലായി, അതായത് നമ്മുടെ ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുപോലെ മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള ആക്സസ് നടന്നിട്ടുണ്ട്, ഇരുഭാഗത്തും നടന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് ഉടനെ വരും. അത് കഴിയുമ്പോൾ കുറ്റവാളിക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. താങ്കൾ. നിങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ വലിയ പരിചയമില്ല. ആരും നിങ്ങളുടെ ഉത്തരവുകൾ അങ്ങനെ അനുസരിക്കുന്നുമില്ല. പിന്നെ നിങ്ങൾ ഹരിയാനയിൽ ഒരു പുതിയ തത്വം കൊണ്ടുവന്നിരിക്കുകയാണ്. ആദ്യം ജനങ്ങളെ ശിക്ഷിച്ചിട്ടാണ് നിങ്ങൾ വിശദീകരണം നൽകുന്നത്. ഗുഡ്ഗാവിൽ നടന്ന ലാത്തിചാർജിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ, അതിൽ നിരപരാധികളെ മാത്രമാണ് ലക്ഷ്യം വെച്ച് അടിച്ചത്. അവര് ബാഹ്യശക്തികളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആ ബാഹ്യശക്തികൾ ആരാണെന്ന് കൂടി പറയൂ. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. രജത് സാർ, താങ്കൾ പകുതി ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റോത്തക്കിൽ യുവതികൾക്ക് നേരെയും ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അവിടെയും ലാത്തിചാർജ് നടന്നിട്ടുണ്ട്. അവരെ പോലും വെറുതെ വിട്ടില്ല. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസങ്ങളിൽ റോത്താക്കില് വലിയ രീതിയിൽ ലാത്തിചാർജ് നടന്നിട്ടുണ്ട്. പിന്നെയാണ് ചർച്ചകളെല്ലാം നടന്നത്. അതാണ് ഇപ്പോ നിങ്ങൾ പറഞ്ഞത്. അതായത് വർക്കേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഞാൻ മാനേജ്മെന്റിനോട് പോയി സംസാരിച്ചു. പിന്നെ റോത്തക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവരും ചണ്ഡീഗഡിൽ വന്ന് എന്നെ കണ്ടിരുന്നു. അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ കേട്ടു. നിങ്ങൾ പോലീസിനെ വെച്ച് ജനങ്ങളെ പറയുന്ന പോലെ ഒന്നും അവര് പറഞ്ഞിട്ടേ ഇല്ല. അവരിങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടേ ഇല്ല. അത് വേണമെങ്കിൽ ഇവരുടെ വ്യക്തിപരമായ അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്. പക്ഷെ അവരതുപോലെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. അവര് തന്ന കംപ്ലൈന്റ് ഇതാണ്. അതായത് ഞങ്ങളുടെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ചെയ്തതാണെന്നാണോ പറയുന്നത്? ഇപ്പൊ അങ്ങനെയേ പറയാൻ പറ്റൂ. ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഒരുപക്ഷെ ഇവർക്ക് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോ ഇത് അവരുടെ രാഷ്ട്രീയ ഐഡിയോളജി ആയിരിക്കാം. അതൊക്കെ എനിക്കിങ്ങനെ അറിയാം. അതൊരു കുസൃതിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുപോലെ ഇത് ഞാൻ അംഗീകരിക്കുകയാണ്. അവർ പുറത്തുനിന്ന് വന്ന ജനങ്ങളാണ്. അതായത് ഇതുപോലെ പുറത്തുനിന്ന് വന്ന ജനങ്ങൾ, അതായത് കുസൃതിക്കാരെ ഇത്രയ്ക്ക് ക്രൂരമായിട്ട് അടിക്കണോ? അതായത് നമ്മുടെ പോലീസുകാരടിച്ചത് ഇല്ല. ഞാൻ പോലീസുകാരെ വിളിച്ച് ഇങ്ങനെയൊക്കെ അടിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റാണ് സംഭവിച്ചത്. അതിനാണ് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നത്. കുറ്റവാളി ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഒരു കലാപം കൺട്രോൾ ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. ഫയറിംഗ് നടത്തും, പിന്നെ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തും. പക്ഷെ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷേ ടിവിയിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതായത് ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ. സംഭവം അറിഞ്ഞ ഉടനെ ഞാൻ ഉടൻ തന്നെ പോലീസിന് ഉത്തരവിട്ടു, തെറ്റ് ചെയ്തവരെ ഒരിക്കലും വിടരുതെന്ന്. എന്താണാവോ നടന്നത്, തെറ്റാര് ചെയ്താലും തീർച്ചയായും അന്വേഷണത്തിൽ അത് തെളിയും. അതിൽ ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങളുടെ ഈ കാര്യം ഞാൻ അറിഞ്ഞ ഉടൻ തന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന്. ശത്രുക്കൾ എന്താ പറയുന്നത് വെച്ചാൽ, ജാലിയൻ വാലാബാഗിൽ എന്താണോ സംഭവിച്ചത്, 4 സൈഡിലും തടഞ്ഞു നിർത്തി കൊന്നില്ലേ, അതുപോലെയാണ് ഈ സംഭവം നടന്നതായിട്ട് പറയും. ജാലിയൻ വാലാബാഗിൽ എത്ര പേരാ മരിച്ചത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുകയല്ലേ. ഒരുപാട് പേര് അഴുക്കുചാലിൽ പെട്ടു, ഒരുപാട് പേരെ കാണാതായില്ലേ. അങ്ങനെ എത്ര പേര് അഴുക്കുചാലിൽ കിടന്നു, എത്ര പേരെ കാണാതായി, എത്ര പേര് ഫാക്ടറിയിലേക്ക് പോയി? ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരു അന്വേഷണം നടത്തി പറയേ. ഇതിനെക്കുറിച്ചുള്ള പല കുറ്റങ്ങളും താങ്കളുടെ മേൽ ആരോപിക്കാനുണ്ട്. ജനങ്ങളുടെ ചോദ്യങ്ങൾ പലതും ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ മേലുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് ജനങ്ങളുടെ വിചാരണയ്ക്കും ചോദ്യശരങ്ങൾക്കും നടുവിൽ നിൽക്കുന്നത് ഹരിയാന മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയാണ്. ആപ്കി അദാലത്തിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ തൊഴിലാളികളുടെ മേലുള്ള അക്രമത്തെ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കൂടാ സർ, താങ്കൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള താങ്കളുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ഓർമ്മയുണ്ടോ? അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഹരിയാനയിൽ എങ്ങനെയുള്ള ഭരണം നടക്കുമെന്ന് വെച്ചാ പോലീസിന്റെ അരാജകത്തിൽ നിന്നും മുക്തി നേടുമെന്നാണ് പറഞ്ഞത്. ഭയത്തിൽ നിന്നും മുക്തി, അതായത് പേടിയിൽ നിന്നും മുക്തി. പോലീസ് കുറ്റവാളികളെ, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ആരൊക്കെ കുറ്റങ്ങൾ ചെയ്യുന്നോ അവരെ മാത്രമേ കണ്ടുപിടിച്ച് ശിക്ഷിക്കുകയുള്ളൂ. ഇപ്പോ ഹരിയാനയിൽ അങ്ങനെയുള്ള തെറ്റുകളൊന്നും സംഭവിക്കുന്നേയില്ല. ജനങ്ങൾക്ക് ഹരിയാന സർക്കാരിൽ വിശ്വാസം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ നൽകിയ ആ വാക്ക്, അരാജകത്വം നടക്കാവുന്നുള്ള ആ വാക്ക് താങ്കൾ നിറവേറ്റിയില്ലല്ലോ, അത് ശരിയല്ലേ? അല്ല, ഞാൻ വിജയിച്ചിട്ടുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. അതായത് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം അതിൽ ആരാണോ കുറ്റവാളി അവർക്ക് തക്ക ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാം. ഹൂഡ സർ, ഈ കുറ്റം ആരോപിക്കുന്നത് ഞാനല്ല, താങ്കളുടെ പാർട്ടിയുടെ നേതാവായ സോണിയാഗാന്ധിയാണ് ആരോപിക്കുന്നത്.
ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ അവർ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ഹരിയാന ഗവൺമെന്റിന് അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയല്ലേ? സംഭവം സത്യമാണ്. കോൺഗ്രസ് നേതാവിന് ഈ കാര്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ സമാധാനമാണ് പ്രതീക്ഷിക്കുന്നത്, പ്രശ്നം ആഗ്രഹിക്കുന്നില്ല. പിന്നെ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് കോൺഗ്രസ് പാർട്ടി പറയാൻ ഉദ്ദേശിച്ചത് ജനങ്ങളുടെ പാർട്ടിയാണ്, അധ്വാനിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, പാവങ്ങളുടെ പാർട്ടിയാണ്. സോ അവരുടെ വാക്കുകൾ കേട്ട് നെഗോഷിയേഷൻ അവിടെ നടന്നിട്ടുണ്ട്, അതിൽ വിജയിക്കുകയും ചെയ്തു. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. ഇത് വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 3 മാസത്തിനകം റിപ്പോർട്ട് വരും. ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം. റിപ്പോർട്ടിന് വേണ്ടി തീർച്ചയായിട്ടും കാത്തിരിക്കുന്നതായിരിക്കും. കാരണം ചോദ്യം ഇതാണ്, ആദ്യത്തെ ദിവസം ലാത്തിചാർജ് നടക്കുമ്പോൾ അടുത്ത ദിവസം ജനങ്ങൾ അവരുടെ ആളുകളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴും അവരെ വീണ്ടും അടിച്ചിരിക്കില്ല. ഇത് നുണയാണ്. അതായത് ചില കലാപകാരികൾ ഹോസ്പിറ്റലിന് പുറത്തുണ്ടായിരുന്നു, അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ജനങ്ങൾക്ക് കിട്ടിയ ആഹാരം പിന്നെ അവർക്ക് കിട്ടിയ മരുന്ന് ഒന്നും തന്നെ ശരിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, മരുന്നെല്ലാം നല്ലതായിരുന്നു. ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ അവർക്ക് ഹരിയാനയിലെ ജനങ്ങളെക്കുറിച്ച് നല്ലപോലെ അറിയാം. പിന്നെ സംവിധാനങ്ങളെപ്പറ്റിയും നല്ലപോലെ അറിയാം. അതായത് ഇവിടെയുള്ള വർക്കേഴ്സ്, അതിൽ ആരെങ്കിലും ക്രിമിനൽ ഉണ്ടെങ്കിലും ശരി, അവർക്കും ഹരിയാന ജയിലിൽ നല്ല ഭക്ഷണമേ കൊടുക്കൂ. അത് ഞാൻ തറപ്പിച്ച് പറയുന്നു. പക്ഷേ താങ്കൾ തന്നെ കണ്ടില്ലേ അവർ കാണിച്ചതെല്ലാം. അവരെന്താണ് കാണിച്ചത്, എന്തിനു വേണ്ടി കാണിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അത് വെറും കഥയായിരിക്കാമല്ലോ. ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. അതായത് ഹൂഡ സാർ, പലരും എന്താ പറയുന്നതെന്ന് വെച്ചാ ഇതിനു മുൻപ് താങ്കൾ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് താങ്കൾ മന്ത്രിയായിട്ട് പോലുമില്ല. സർക്കാരിന്റെ ഒരു പദവിയിലും താങ്കൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സാഹചര്യം താങ്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയതെന്ന്. ഇപ്പൊ നിങ്ങൾ ഹരിയാനയിലേക്ക് നേരിട്ട് വന്ന് നോക്കൂ. ഇന്ന് ഹരിയാനയിലെ എല്ലാ ജനങ്ങൾക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങൾക്കെല്ലാം വിശ്വാസം ഉണ്ടായിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അത്രയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജനങ്ങൾക്ക് സത്യാവസ്ഥ നന്നായി മനസ്സിലാവും. ജനങ്ങളെല്ലാവരും ടിവിയിൽ കണ്ട കാര്യം സത്യമല്ല, പക്ഷെ താങ്കൾ പറഞ്ഞതാണ് സത്യം. അല്ലല്ല, അതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയാം. അതായത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? ഇരുഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇരുഭാഗത്തും തെറ്റുകാരുണ്ട്. തെറ്റിനെ കുറിച്ച് എപ്പോ സംസാരിച്ചാലും തെറ്റ് 2 സൈഡിലും സംഭവിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ നൽകുന്നത്. താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അടി കിട്ടിയവർ, പോലീസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയവർ 6 തലമണ്ടയാണോ പൊട്ടിയത്, അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല, പോലീസിനും പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. DSPയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ സാരമായ പരിക്കുകളുണ്ട്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അവിടെ ഉണ്ടായിരുന്ന പല വ്യക്തികളും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. താങ്കൾ ഏകദേശം ഒരു കണക്ക് നോക്കിയ 2000-3000 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണകൂടത്തിന്റെ അടുത്ത്, അതുപോലെ CID, വേറെയും ഡിപ്പാർട്ട്മെന്റുകൾ, വിജിലൻസ് ഉണ്ടെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യില്ലേ? ഇവിടെ അത്രയും പേര് ഒന്നിച്ചിരിക്കുകയാണല്ലോ. നഗരത്തിന്റെ നടുവിൽ കമല നെഹ്റു പാർക്കുണ്ട്. അതുണ്ടായിട്ടും റോഡിലേക്കാണ് ഇറങ്ങിയത്. എന്നിട്ട് കല്യാണി ഹോസ്പിറ്റലിന്റെ മുന്നിൽ അവിടെ വെച്ച് അവർക്കും പോലീസിനും ഇടയിൽ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെയൊക്കെ നടന്നിട്ടും DC സാർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, നിങ്ങൾ ഇൻസ്പെക്ടറിലേക്ക് വരൂ, അവിടെ വെച്ച് നമുക്കൊരു കരാർ ഉണ്ടാക്കാമെന്ന്. അവിടെ എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചുകൂട്ടി. പോലീസ് എങ്ങനെയാ തല്ലിയെന്ന് വെച്ചാ ഞാൻ അതെങ്ങനെയാ പറയാ? നിങ്ങൾ TV കണ്ടതുപോലെ ഞങ്ങൾക്കത് വലിയ വിഷമമുണ്ടാക്കി. എനിക്കുണ്ട്, നിങ്ങൾക്കുള്ള അതേ വിഷമം എനിക്കുണ്ട്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുവോ? സ്വന്തം സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് ആഗ്രഹിക്കുവോ? അല്ലല്ല, ഇല്ല. ഒരു കാര്യം ചോദിച്ചു, കണ്ടുപിടിക്കാനാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സാർ, അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഇൻഫർമേഷൻ സിസ്റ്റം ഫെയിൽ ആയി പോയി, താങ്കൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇന്റലിജൻസ് CID ശരിക്കും പ്രവർത്തിച്ചില്ലേ? ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതല്ലേ. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഇതിനു മുമ്പും പ്രൊസിഷൻ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് വർക്കേഴ്സ് വന്നിരുന്നു, പീസ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, വർക്കേഴ്സ് മാത്രമല്ല അതിന്റെ പുറകിൽ. ഞാൻ പലതവണ പറഞ്ഞല്ലോ സാർ, ജനങ്ങൾ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, അതായത് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കും, വർക്കേഴ്സിനെ അവിടെ ഇട്ട് എല്ലാവരും കൂടെ തല്ലും, അവിടുത്തെ സമാധാനം തകരും താങ്കളുടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലേ? വർക്കേഴ്സ് വരും. കാരണം എന്റെ അറിവിൽ വർക്കേഴ്സ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇതാണ് പോലീസും പറഞ്ഞത്. പറഞ്ഞു വന്നാൽ അവിടെ വെറും കുസൃതി മാത്രമാണെന്നാണ്. പിന്നെ താങ്കൾ പറയുന്നു ഇതൊരു ചതിയാണെന്ന്. പിന്നെ താങ്കൾ പറയുന്നു ഇത് പോലീസിനെ ആക്രമിച്ച് ചിലർ ഉണ്ടാക്കിയ പദ്ധതിയാണെന്ന്. താങ്കളുടെ ഇന്റലിജൻസ് സാറ് പറഞ്ഞതല്ലേ,
അദ്ദേഹം ചോദിച്ചതല്ലേ? intelligence- അതേ ചോദ്യം നിങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അദ്ദേഹം ഈ അല്ലല്ല, കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ അപ്പൊ വരുന്നത് പറഞ്ഞത്. ഇതാ നോക്കൂ ഹൂഡ സർ, ആപ്കി അദാലത്തിൽ വന്നിരിക്കുന്നത് താങ്കളാണ്, അദ്ദേഹമല്ല. പക്ഷേ ചോദ്യം അതുകൊണ്ട് ചോദിച്ചത് താങ്കളാണ്. അദ്ദേഹമാണല്ലോ. അദ്ദേഹം ഒരു അല്ലല്ല. ചോദ്യം ചോദിച്ചു, ഞാൻ അതേ എന്താ ചോദ്യം പറയുന്നത് വീണ്ടും വെച്ചാൽ നിങ്ങൾ എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരുപക്ഷെ എന്തെങ്കിലും ചതിയായിരുന്നെങ്കിൽ ഈ വാക്ക് താങ്കളും പറഞ്ഞു, എന്തെങ്കിലും കുസൃതിയാണെങ്കിലോ എന്ന് താങ്കളും പറഞ്ഞു. അതായത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണോ എന്നും താങ്കൾ പറഞ്ഞു. ഇന്റലിജൻസിനോ CIDക്കോ പോലീസിനോ ഒന്നും ഈ കാര്യത്തിനെ കുറിച്ച് അറിയില്ലേ? അല്ല, ഈ പ്രൊസഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അവർക്ക് തീർച്ചയായും അറിയാം. കാരണം ഒരാഴ്ച മുമ്പ് പ്രൊസഷൻ നടന്നിരുന്നു. അല്ലല്ല, അതായത് പ്രശ്നം പ്രശ്നം നടക്കും, ഉണ്ടാവും, അതിനെ ചതി നടക്കും. നിയന്ത്രിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. കാരണം അങ്ങനെയുള്ള വർക്കേഴ്സ് അവിടെ ഇല്ലെന്ന് ഞാൻ പറയും, ഉറപ്പിച്ച് പറയാൻ കഴിയും എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചു പോയി. അതിനാണല്ലോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെയും ജഡ്ജി ഇരുത്തിയിട്ടുണ്ടല്ലോ. അവര് പറയുന്ന വിധി നിങ്ങളും ഞങ്ങളും ഒക്കെ അംഗീകരിക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഭൂപേന്ദർ സിംഗ് ഗൂഡയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിയാന മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് ഗൂഡയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം ഹരിയാന മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് ഗൂഡയുടെ മേൽ. ആപ്കി അദാലത്തിൽ ഹരിയാന മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് ഗൂഡയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ രണ്ട് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയയാണ് ഈ കാര്യം വലുതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മീഡിയയെ ബ്ലെയിം ചെയ്തതല്ല. അതായത് മിസ്ഇൻഫർമേഷൻ ആരാണോ കൊടുത്തത് ആ മീഡിയ വെരിഫൈ ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഇതിലൊരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചില്ലേ, ഒരുപാട് പേർ അഴുക്കുചാലി കിടന്നില്ലേ? അല്ല, പിന്നെ താങ്കൾ ചിലരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മരണത്തിനെ കുറിച്ചുള്ള വാക്കുകളാണ് അല്ല, പറയുന്നത്. നിങ്ങളും അതുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നില്ലല്ലോ. നിങ്ങൾ അത് വീണ്ടും ശരി. വീണ്ടും ഒരേ ചോദ്യം ചോദിക്കുന്നു. ഇല്ലില്ല, ഞാൻ അതിനോട് സർ, ഉത്തരം അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ എന്താ ചോദിക്കുന്നത് വെച്ചാൽ അല്ല, നിങ്ങൾ താങ്കൾ ഈ അടുത്ത കാര്യത്തിൽ ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. ഒരേ ചോദ്യമല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? പിന്നെ ഞാൻ അല്ലല്ല, എന്ത് ചെയ്യാനാണ്? എന്റെ ചോദ്യം ഒരേ എന്താണെന്ന് മറുപടി വെച്ചാൽ തന്നെ എന്റെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചോദ്യത്തിന് നോക്കൂ, കൃത്യമായ- എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരാളാണ്. അതായത് ഹൂഡ സാർ, നിങ്ങളോട് എനിക്ക് മത്സരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ സർ, ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലല്ല, പക്ഷേ ഞാൻ ഞാൻ സത്യമാണ് എന്താ പറയുന്നത്. ഞാനൊരു കർഷകന്റെ മകനാണ്. നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ സത്യസന്ധമായ ഉത്തരവാണ് ഞാൻ താങ്കളോട് പറയുന്നത്. നേരിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചോളൂ, ചോദിക്കുന്നത്. ചോദിച്ചോളൂ. പക്ഷേ സത്യം ഇതാണ്, താങ്കൾ പറയുന്നത് TV-ക്കാർ യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ മീഡിയാസിന്റെ പണിയാണ്. അവർക്ക് തോന്നുന്നതൊക്കെ അവർ എഴുതുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ സംഭവ സ്ഥലത്ത് ഉടനെ തന്നെ പോയിരുന്നു. മീഡിയാസിനോട് ഞാൻ അപ്പം സംസാരിച്ചിരുന്നു. എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എത്ര പേർ ആശുപത്രിയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അവരത് തെറ്റായി എഴുതിയാൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? 800 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവർ TV-യിൽ പറയുന്നു. സത്യം പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. താങ്കൾ പറഞ്ഞ കാര്യങ്ങളും മീഡിയയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മീഡിയയിൽ കാണിച്ച ഫോട്ടോസ് കണ്ടപ്പോൾ ജനങ്ങൾക്ക് കോപം ഇരട്ടിയായി. അത് കള്ളമൊന്നും അല്ലല്ലോ. അതായത് മീഡിയാസിനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം എനിക്ക് മീഡിയയോട് ദേഷ്യമൊന്നുമില്ല. കാരണം ആ ഫോട്ടോസൊക്കെ കണ്ടതിന് ശേഷമാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതായത് അത് എന്റെ മനസ്സിനെ അത് വല്ലാതെ ബാധിച്ചു. ഞാൻ സമ്മതിച്ചല്ലോ, അവിടെ പ്രശ്നം നടന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അതെല്ലാം മനസ്സിലാവും. ഹരിയാന എത്ര വേഗത്തിൽ വളരുന്നോ അത് ചിലർക്ക് സഹിക്കാനാവുന്നില്ല. അതാണ് കാരണം. താങ്കൾ ഇത് പറയൂ ഹൂഡ സാർ, താങ്കൾക്കെതിരായിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? സാർ, ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. കാരണം ഇപ്പൊ അതിന്റെ ജുഡീഷ്യൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ വിഷയത്തിൽ കമന്റ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ദാറ്റ് ഈസ് നോട്ട് ഇൻട്രസ്റ്റ് ഓഫ് ദ ജസ്റ്റിസ്. എന്റെ അടുത്ത് 7th ഓഗസ്റ്റിലെ ട്രിബ്യൂൺ പേപ്പറുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നു, സംഭവിച്ച ഈ അസംഭാവിക സംഭവങ്ങളിൽ എ ഡീപ് സീറ്റഡ് കോൺസ്പിറസി. പിന്നെ താങ്കൾ ഈ കാര്യവും പറഞ്ഞിരുന്നു, ഇത് ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും താങ്കളുടെ പാർട്ടിയിലുള്ള പാർട്ടി പ്രവർത്തകരാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ പാർട്ടിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ആരുടെ ഡിപ്പാർട്ട്മെന്റ് ആണോ ആ മന്ത്രിക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? അല്ല, ഇതിനു മുമ്പ് നെഗോഷിയേഷൻ നടന്നല്ലോ ലേബർ മിനിസ്റ്ററുമായിട്ട്. അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ചാണ് 6 നെഗോഷിയേഷൻ നടന്നത്. ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നു. താങ്കളുടെ ലേബർ മിനിസ്റ്റർ താങ്കൾ സംഭവ സ്ഥലത്തേക്ക് പോയില്ലെന്ന് അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് മിസ്ഗൈഡ് ചെയ്തു, മിസ്ഇൻഫോം ചെയ്തു. അല്ല, ഞാൻ പോയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാനാണ്? കാരണം ഞാൻ സംഭവ സ്ഥലത്ത് പോയിരുന്നു. നിങ്ങൾക്കിത് റോങ് ഇൻഫർമേഷൻ ആണ്. ഇത് ലേബർ അതുകൊണ്ടാണ് ഞാൻ മിനിസ്റ്ററുടെ പറയുന്നത്. അത് ഡിപ്പാർട്ട്മെന്റ്. അത് അദ്ദേഹത്തിന്റെ വകുപ്പാണ്. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയല്ലേ. ഞാൻ അവിടെ പോയതിനു ശേഷം പിന്നെ ലേബർ മിനിസ്റ്റർ, അതായത് ഞങ്ങളുടെ മന്ത്രിമാരെല്ലാം വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. അവരുടെ ചുമതലകൾ അവർ ഭംഗിയായി നിർവഹിക്കുന്നു. ലേബർ മിനിസ്റ്ററിനും മുഖ്യമന്ത്രിക്കും തമ്മിൽ സ്വരച്ചേർച്ചയില്ലെന്ന് കേട്ടു. അതിപ്പോ നിങ്ങളാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുമായിട്ട് സെറ്റായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലേബർ മിനിസ്റ്റർ ആവുക? പല സത്യങ്ങളും നിങ്ങൾക്കറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കി. അതായത് താങ്കൾ LK അദ്വാനിക്ക് ഫോൺ ചെയ്ത് അവരുടെ ആൾക്കാരോടൊന്ന് ക്ഷമയോടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഇതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തോണ്ട് പോകുന്നു. ഉള്ളത് പറയാലോ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാനത് നിഷേധിക്കേ ഉള്ളൂ. LK അദ്വാൻജി പറയട്ടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന്? ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കാം. കാരണം ഇതിൽ ഒരു സത്യവുമില്ല.
പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിലേക്ക് താങ്കൾ രാത്രി 12 മണിക്ക് പോയതായിട്ടാണ് അറിഞ്ഞത്. അതായത് ഇത് താങ്കൾ- കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വീട്ടിലേക്ക് ഞാൻ പോയത് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മുഖ്യമന്ത്രി പദം തന്നെ രാജിവെച്ചു. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും പറയട്ടെ ഇദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നിരുന്നുവെന്ന്, അപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞത് സമ്മതിക്കാം. കൂടാ സാർ, ഈ വിഷയമെല്ലാം ന്യൂസ് എന്തിനാ പേപ്പറിൽ സാർ വന്നതാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നത്? അതിനെ പിടിച്ച് വളച്ചൊടിച്ച് കോളവാക്കി എന്തിനാ ഇങ്ങനെയൊക്കെ? എവിടുന്ന അല്ലല്ലല്ല, ഇൻഫർമേഷൻ ഇത് കിട്ടി? ആരും ഫീഡ് അതായത് ചെയ്തതല്ല. ഞാൻ പറയുന്നത് എന്റെ അടുത്ത് നിങ്ങൾ, അതായത് ഇത് 1 പത്രത്തിൽ എഴുതും. ഓഗസ്റ്റ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നു. അതിൽ എഴുതിയിട്ടുണ്ട്. അതെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയൂ, ഞങ്ങൾക്കറിയില്ല. അതിനുവേണ്ടി എന്നെ കുറ്റപ്പെടുത്തല്ലേ. അല്ല ഇത് അല്ല, ന്യൂസ് ഞാൻ ആരെയും പേപ്പറിൽ കുറ്റം വന്നതാണ്. പറഞ്ഞല്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇനി ന്യൂസ് പേപ്പറുകാർ എന്നോടെങ്ങാനും വന്ന് ചോദിച്ചാൽ സത്യം എന്താണെന്ന് അവരോട് തുറന്നു പറയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് താങ്കൾ നന്ദി വേണം പറയാൻ. അതായത് ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു സന്ദർഭം കിട്ടിയില്ല. അതിനുള്ള നന്ദി ഞാൻ അറിയിച്ചാ പോരെ, ഇതിലെന്തിരിക്കുന്നു? ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഭൂപേന്ദർ സിംഗ് ഗൂഡയുടെ മേൽ മറ്റൊരു കുറ്റം കൂടി ആരോപിക്കാനുണ്ട്. അതായത് ഗുഡ്ഗാവിൽ സംഭവിച്ച, ബർബദാപൂരിൽ സംഭവിച്ച ക്രൂരമായ ആക്രമണങ്ങളെ കുറിച്ച്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹരിയാന മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് ഗൂഡയോടാണ്. ആപ്കി അദാലത്തിലെ ഭൂപേന്ദർ സിംഗ് ഗൂഡയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഗൂഡയുടെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് CPMന്റെ പോളിറ്റ് ബ്യൂറോയുടെ കുറ്റാരോപണമാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂപേന്ദർ സിംഗ് ഗൂഡയും അദ്ദേഹത്തിന്റെ സർക്കാരും പോലീസിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് ഈ പറയുന്നത്. കുറ്റാരോപണം ശരിയല്ല. ജുഡീഷ്യൽ അന്വേഷണം കഴിയട്ടെ, നോ പ്രോബ്ലം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം, പിന്നെ ആദർശം, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ സീതാറാം യെച്ചൂരി എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ സർക്കാർ വിദേശ മൂലധനം, വിദേശ മുതലാളിമാരുടെ നിഴലിലാണ് താങ്കൾ ജീവിക്കുന്നതെന്ന്. അതായത് ഇത് സീതാറാം യെച്ചൂരി പറഞ്ഞിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്താണ്. ഈ കാര്യം ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. ബംഗാളിലാണ് അവരുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും വിദേശ നിക്ഷേപം നടത്തുന്നുണ്ടല്ലോ. അല്ല, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ആരെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അത് വിദേശത്തുള്ള മുതലാളിമാർ പറയുന്നതുകൊണ്ടാണ് ആരും ചെയ്യുന്നത്. എന്നോട് പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞാലും ഞാൻ ചെയ്യൂല. പക്ഷേ ഇത് എന്റെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. പിന്നെ ഇതിന്റെ ജുഡീഷ്യൽ അന്വേഷണം നമ്മുടെ സംസ്ഥാനത്ത് തീർച്ചയായും നടക്കും. ലോ ആൻഡ് ഓർഡർ കറക്റ്റാണ്. നിയമത്തെ ജനങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. നിയമപരമായിട്ടുള്ള ശിക്ഷ കുറ്റവാളികൾക്ക് കിട്ടും. ഏത് എൻക്വയറിയാണോ താങ്കൾ സ്റ്റാർട്ട് ചെയ്തത് അത് താങ്കളുടെ അധികാരികൾക്ക് മാത്രമാണോ? അതായത് ഹയർ ഓഫീസേഴ്സിന് മാത്രമാണോ? അതിൽ 64 പേർ ഹോണ്ടയുടെ വർക്കേഴ്സ്, അവരുടെ പേരിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് സർ. പക്ഷെ അവർക്കെതിരെ ലാത്തിചാർജ് ചെയ്തവർക്കെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല. ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാ വേണ്ടത്? ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് താങ്കൾ ഇപ്പോൾ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് ന്യൂസ് പേപ്പറിൽ ഞങ്ങൾ അത് വായിച്ചിരുന്നു. ആരൊക്കെയാണോ ഹയർ ഓഫീസേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്, അധികാരത്തിലുള്ളവരെയൊക്കെ താങ്കൾ സസ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അവരിപ്പോഴും വലിയ വലിയ പദവികളിൽ തുടരുകയാണ്. ഇത് താങ്കൾ അവർക്ക് കൊടുത്തൊരു നല്ല ക്രെഡിറ്റ് ആണോ? ഇല്ല ഇല്ല, നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയത്. ഇത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. അവിടെ ഗുഡ്ഗാവിൽ ഡെപ്യൂട്ടി കമ്മീഷണറും ഇല്ല, SP-യും ഇല്ല. ഗുഡ്ഗാവിൽ ഇല്ലാതിരിക്കാം, പക്ഷേ അവർ എവിടെയാണോ ഉള്ളത് ഇപ്പോഴും അവർ സർക്കാർ ഉദ്യോഗത്തിൽ തന്നെയല്ലേ ഉള്ളത്. അവർക്ക് ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാമല്ലോ. ജുഡീഷ്യൽ എൻക്വയറിയിൽ ആരുടെ സ്വാധീനവും വിലപ്പോവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ജുഡീഷ്യൽ എൻക്വയറി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവുണ്ട്, അദ്ദേഹവും ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. മറ്റു പലരും ചോദിച്ചിരുന്നു, ഞാനും ചോദിച്ചിരുന്നു. ഇതൊരു ന്യായമായ തീരുമാനമാണ്. കുറ്റവാളിയെ ശിക്ഷിക്കാൻ ഇതിനേക്കാളും വലിയൊരു ആയുധം സർക്കാരിന്റെ ഭാഗത്ത് വേറെയില്ല. പക്ഷേ ഹൂഡാ സാർ, അവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? താങ്കൾ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒപ്പം വർക്കേഴ്സിന്റെ മേൽ പോലീസ് കേസും ഇടുന്നു. അല്ല, ഞാൻ വർക്കേഴ്സിന് വേണ്ടി ഹോണ്ടയോട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. അതായത് ആ സമയത്ത് ചോദ്യങ്ങൾ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, നിക്കൂ, ഞാൻ അതിനെക്കുറിച്ചുള്ള പോലീസ് കേസ് ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറയുക. അല്ല, പോലീസ് കേസ് ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങളൊരു തീരുമാനമെടുത്തു. പിന്നെ ആ വക്കീൽ ഒരു അറിയിപ്പും നൽകി, അതായത് അവരിൽ ഞങ്ങൾക്കെതിരായി ആരുമില്ലെന്ന്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി തീരുമാനമെടുത്തു ആ കേസ് വിഡ്രോ ചെയ്യാമെന്ന്. അത് വർക്കേഴ്സിന്റെ നല്ലതിനു വേണ്ടിയായിരുന്നു. താങ്കൾ പബ്ലിക്കിന് ഈ ഉറപ്പ് നൽകുകയാണോ? അതായത് ഈ 64 വർക്കേഴ്സിന്റെ മേലുള്ള കേസുകളും താങ്കൾ വിഡ്രോ ചെയ്യുമെന്നുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അവരെ ജാമ്യത്തിലെടുത്തു. അല്ല, ജാമ്യമല്ല, അവരുടെ മേലുള്ള കേസുകളെല്ലാം വിഡ്രോ ചെയ്യുമെന്നുള്ളത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ കോടതിയാണ് തീരുമാനിക്കുന്നത് എന്താണെന്ന്. അത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ പാടില്ല. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, അവരുടെ മനസ്സിൽ എന്താ ചോദ്യം ഉള്ളതെന്ന് ചോദിക്കൂ. ഞാൻ ഗൺപത് ദൽവർ സിംഗ്. ശരി. പിന്നെ ഞാനൊരു പറയൂ. വക്കീലും കൂടിയാണ്. ശരി, പറയൂ. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
അദ്ദേഹം 64 വർക്കേഴ്സിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ ട്രാൻസ്ഫറാണ് ചെയ്തിരിക്കുന്നത്. അവരെ ജുഡീഷ്യറി എൻക്വയറിയിലൂടെ മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ വർക്കേഴ്സ് ആരൊക്കെയാണോ കൊടും ക്രൂരതകൾ നേരിട്ടിട്ടുള്ളത് അവരെയൊക്കെ നിങ്ങൾ മർദ്ദിച്ചു. അവർക്കെതിരെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ കേസും ചാർജ് ചെയ്തു. അപ്പോ ആ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് ചാർജ് ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ വർക്കേഴ്സിനെതിരെ കേസ് ചാർജ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിന് രണ്ടിനും ഒരു വ്യക്തമായ മറുപടി എനിക്ക് താങ്കളിൽ നിന്ന് കേൾക്കാം. കാര്യം എന്താന്ന് വെച്ചാൽ വർക്കേഴ്സിന് എതിരായി അവർ കൊടുത്തിരിക്കുന്ന കേസ് അത് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ഉത്തരവിടുന്നതിന് മുമ്പ് കൊടുത്തതാണ്. അത് മുമ്പ് നടന്നതാണ്. ഞാൻ ജുഡീഷ്യൽ എൻക്വയറി ഉത്തരവിട്ടതിന് ശേഷം അത് ജുഡീഷ്യൽ എൻക്വയറിയാണ് തീരുമാനിക്കുക. അത് അവർക്ക് എതിരായി വന്നു. അതാണ് ഞാൻ ഹൂഡ സർ, എങ്ങനെ വർക്കേഴ്സിന്റെ മേൽ ജുഡീഷ്യൽ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കേസിടാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ മേലും നമുക്ക് കേസിടാൻ അതായത് സാധിക്കുമായിരുന്നല്ലോ. ഞാൻ സംഭവ സ്ഥലത്ത് ചെന്ന ഉടനെ തന്നെ ജുഡീഷ്യൽ എൻക്വയറി അനൗൺസ് ചെയ്തു. അതിനു മുമ്പേ തന്നെ ഇവരുടെ പേരിൽ കേസെടുത്തിരുന്നു. പിന്നെ അവരെക്കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സർക്കാരിന്റെ കടമയാണെന്ന് പറഞ്ഞ് അവർക്കെല്ലാം ഞാൻ ജാമ്യം വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് അവരോടെല്ലാം സംസാരിച്ചു. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. ഇപ്പൊ ഒരു കാര്യം തീരുമാനമായത് അവരെല്ലാരും കൂടി തീരുമാനിച്ചതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ല ചെയ്തത്. അവരിരുവരും നേരിട്ടിരുന്ന് സംസാരിച്ച് തീരുമാനിച്ചതാണ്. ഞാൻ ഗുഡ്ഗാവിൽ നിന്നാണ്. ഗുഡ്ഗാവ് ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ അറിവിൽ 2 ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതായത് അപ്പോൾ അവർക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യണമായിരുന്നു. കുറഞ്ഞത് അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയാം, ബഹുമാന്യനായ മുഖ്യമന്ത്രി സാർ, ആ കുറ്റക്കാരായ 2 ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ ഷെൽട്ടർ കൊടുക്കുകയാണ്. പാവപ്പെട്ട വർക്കേഴ്സിന് നിങ്ങൾ ഒരു നീതിയും നടപ്പാക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ജുഡീഷ്യൽ എൻക്വയറി നടന്നപ്പോൾ 2 ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. ഞാനും ആ സമയത്ത് പറഞ്ഞു. അതായത് ജുഡീഷ്യൽ എൻക്വയറിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ ഇവര് ഗുഡ്ഗാവ് ജില്ലയിൽ തന്നെ ഉണ്ടാവില്ലെന്ന്. പിന്നീട് ഞാൻ അവരെ അവിടുന്ന് സ്ഥലം മാറ്റി. അതായത് ഒരാളുടെ പേരിൽ കൊലപാതക കുറ്റം ഉള്ള സാഹചര്യത്തിൽ ആ വിഷയത്തെക്കുറിച്ച് കോടതിക്കല്ലേ തീരുമാനിക്കാൻ പറ്റൂ. ജുഡീഷ്യൽ എൻക്വയറി നടക്കുന്നുണ്ട്, അവര് കുറ്റവാളിയെ തീരുമാനിക്കും. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, മറ്റാരാണെങ്കിലും ശരി. ഞാനാണെങ്കിലും അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടും. ജനങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഏത് ഉദ്യോഗസ്ഥനാണോ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര ജുഡീഷ്യൽ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം. അല്ലാതെ മറ്റാരെയെങ്കിലും നമ്മൾ ശിക്ഷിക്കുന്നതോ മാറ്റി നിർത്തുന്നതോ എന്റെ അധികാരത്തെ ഞാൻ ദുരുപയോഗം ചെയ്യുന്നത് പോലെയാണ്. നിയമത്തെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അതായത് ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല. ഹൈക്കോടതി ജുഡീഷ്യൽ എൻക്വയറി നടത്തുന്നുണ്ട്. എല്ലാവർക്കും അതിൽ നീതി കിട്ടണം, വക്കീലിനും നീതി കിട്ടണം. ഞാൻ പറഞ്ഞു മുഴുവൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയൂ. വക്കീൽ സാർ ഒരു ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടണമല്ലോ. അഫിഡവിറ്റ് കൊടുത്ത് അവർക്കെതിരെ സ്റ്റേറ്റ്മെന്റും കൊടുക്കാമല്ലോ. അത് ജുഡീഷ്യൽ എൻക്വയറിയിൽ അതവർ സ്വീകരിക്കും. അതല്ലേ പറഞ്ഞത്. ഇതിലിപ്പോ എന്താണ് പ്രശ്നം? കൂടാ സാർ, താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് താങ്കൾ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ യഥാർത്ഥ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ. കൂടാ സാർ, ജനങ്ങളുടെ പല ചോദ്യങ്ങളും പല കുറ്റങ്ങളും ആരോപിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ഷോ ഇതോടെ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് ജഡ്ജിയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ഹരിയാന മുഖ്യമന്ത്രിയോടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. 25-ാം തീയതി പോലീസ് ഗുഡ്ഗാവിലുള്ള ജനങ്ങളെ തല്ലിച്ചതച്ചത് നമ്മൾ കണ്ടു. ആ ഫോട്ടോകൾ TV മുഖേന ഈ ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കുറ്റം ആരോപിച്ചു. ഹരിയാന മുഖ്യമന്ത്രിയുടെ അതിനുള്ള ഉത്തരവും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇന്നത്തെ വിചാരണയുടെ നമ്മുടെ ജഡ്ജിയായ അനുപം ഗോസ്വാമിയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നോക്കാം. താങ്കൾ ഹരിയാനയിലെ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ്. 91-ലെയും 96-ലെയും 98-ലെയും ഒക്കെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ താങ്കൾ വിജയിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കും മീഡിയയ്ക്കും അറിയുകയും ചെയ്യാം. മറ്റൊരു ഭാഗത്ത് ജനങ്ങളും മീഡിയയും താങ്കൾ ഹരിയാനയിൽ കുടുംബകലഹം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നീതിപീഠം താങ്കളോട് 2 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഓരോ രാഷ്ട്രീയക്കാരനും ജനാധിപത്യത്തിൽ 2 നീതിപീഠത്തിന്റെ മുന്നിൽ ഇരുന്നേ മതിയാവുള്ളൂ. ഒന്ന് പൊതുജനാഭിപ്രായം, മറ്റൊന്ന് ഇലക്ഷൻ. പിന്നെ മീഡിയ അത്രയ്ക്കും സംശയദൃഷ്ടിയോടെ കാണേണ്ടതില്ല. അവരെ ഓർത്ത് കൂടുതൽ പേടിക്കേണ്ട ആവശ്യവുമില്ല. അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് പോകാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയയും അതുപോലെ ആപ്കി അദാലത്തും ഒരുപോലെ സമ്മതിക്കുന്നു. താങ്കൾ ചീഫ് മിനിസ്റ്ററായിട്ട് കുറച്ചുനാളായതേയുള്ളൂ. താങ്കളുടെ ഭരണത്തിൽ താങ്കളുടെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാവണം. അപ്പോഴേ താങ്കളുടെ രാഷ്ട്രീയ സ്വാധീനം വലുതാവാൻ സാധ്യതയുള്ളൂ.
പിന്നെ ഈ നീതിപീഠം താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്, താങ്കൾ വീണ്ടും ഈ ആപ്കി അദാലത്തിലേക്ക് വരുമ്പോൾ താങ്കൾ നല്ല ഭരണപരിചയമുള്ളയാളായി മാറണം. നന്ദി. ഹരിയാനയുടെ മുഖ്യമന്ത്രിയായ ശ്രീ ഭൂപേന്ദർ സിംഗ് ഗൂഡ അദ്ദേഹത്തിന്റെ നിർവഹണത്തിൽ നല്ല ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടുകൂടി, മീഡിയയെ വിശ്വസിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ആപ്കി അദാലത്തിൽ ഒരു പുതിയ അതിഥിയോടൊപ്പം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.